ഏവർക്കും ഈശ്വരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തൈര് ലേപനത്തിൽ കുരിശു വരച്ച ശേഷം, അതായത് ക്രിസം തൈലം കൊണ്ട് കുരിശു വരച്ച ശേഷം അത് തൊട്ടപ്പുറത്ത് നിന്ന് മറ്റൊരാൾ തുടച്ച് കളയുന്നു പഞ്ഞി വെച്ച്. ആക്ച്വലി തുടച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? നല്ല അഭിഷേകത്തിൻ്റെതാണല്ലേ, അതെന്തിനാണ് തുടച്ച് കളയുന്നത്? വൈദികർ തിരുപ്പട്ടം കെട്ടി കഴിയുമ്പോൾ അവർക്ക് കൈകളിൽ ഈ ക്രിസത്തിന്റെ തൈലം അഭിഷേകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നവവൈദികൻ ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മളെ കൈകളിൽ ചുംബിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാം. ഇപ്പോൾ നാം പറയുന്നത് എന്തുകൊണ്ടാണ് കുരിശ് തുടച്ച് കളയുന്നതെന്ന്. മാമോദീസായിൽ ചിലപ്പോഴൊന്നും അത് തുടച്ച് കളയാറില്ല, അല്ലേ? അതങ്ങനെ നിൽക്കും. തുടച്ച് കളയാം, അല്ലെങ്കിൽ തുടച്ച് കളയാതിരിക്കാം. എന്തുകൊണ്ടാണ് തുടയ്ക്കുന്നത് എന്നതിന് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ട് എന്ന് പറയാനാവില്ല. നിർബന്ധിതമായ വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ ആരാധനക്രമവും പ്രതീകാത്മകവുമായ അർത്ഥം അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ തൈലം, അതായത് ക്രിസം എന്താണെന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒലിവെണ്ണയും സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അത് മുഖത്തോ വസ്ത്രങ്ങളിലോ പടരാതിരിക്കാനാണ് കുറച്ച് സമയത്തിന് ശേഷം തന്നെ മൃദുവായി തുടയ്ക്കുന്നത്. ചിലപ്പോൾ ഇത് ഒഴുകി ഇങ്ങനെ വരും, അല്ലേ? ഒഴുകി വന്നിട്ട് നമ്മുടെ ഡ്രസ്സിൽ വീണ് ചിലപ്പോൾ അത് കറയായി മാറാം. ആയത് കൊണ്ട് കൂടിയാണ് അത് തുടച്ച് കളയുന്നത്. പക്ഷെ മറ്റൊരു കാര്യം നാം അറിയുക, തൈലം എന്നത് ദൃശ്യമായ അടയാളമാണ്, അല്ലെങ്കിൽ ബാഹ്യമായ അടയാളമാണ്. കുദാശയുടെ ഫലം എന്ന് പറയുന്നത് തൈലത്തിലല്ല എന്ന് മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. ക്രിസം തൈലമല്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആത്മാവിൽ നൽകുന്ന മുദ്രയാണ് അത്, ആ കുരിശടയാളം. തൈലം തുറച്ചാലും കൂദാശയുടെ കൃപ അല്ലെങ്കിൽ ആത്മാവിൽ വരച്ച ആ മുദ്ര നഷ്ടമാകില്ല എന്നറിയുക. സംബന്ധിച്ചിടത്തോളം പാപ്പ എന്ന് പറഞ്ഞാൽ ഒട്ടും അപ്രാപ്യമല്ല, അല്ലേ? പാപ്പയെ നമ്മൾ കാണാൻ പോകുന്നു. പാപ്പയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു സ്പർശനം, അല്ലേ? ആ സ്പർശനത്തെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ എത്രയധികം ഉണർവാണ് ഉണ്ടാവുക. നമ്മൾ അതിലേക്ക് വരുമ്പോഴാണ് ഞാൻ എലീശാമ്മയെ പരിശുദ്ധ കന്യകാമറിയം സന്ദർശിച്ചിട്ട് വരികയാണ്. ആ സമയത്ത്, അതായത് പരിശുദ്ധ അമ്മ എലീശാമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ചലനമുണ്ടായി. എവിടെയാണ് ചലനമുണ്ടായത്? ഒരു കുതിച്ചുചാട്ടമുണ്ടായത്. എലീശാമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്ന സ്നാപയോഹന്നാൻ കുഞ്ഞ് കുതിച്ചു ചാടി. കാരണം എന്താണ്? തൻ്റെ തമ്പുരാന്റെ സാമീപ്യം അനുഭവിച്ചു. ഈശോയുടെ സാമീപ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതായത് മാതാവിന്റെ ഉദരത്തിലുള്ള ശിശുവിന്റെ ആ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവിടെ എലീശാമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് കുതിച്ചു ചാടി. അതാണ് ആത്മാവിലുള്ള മുദ്ര. അത് ബാഹ്യമായിട്ടായിരുന്നോ? അറിഞ്ഞോ? ഇല്ല. ആത്മാവിലൂടെയുള്ള ട്രാൻസ്ഫർ ആയിരുന്നു, അല്ലേ? അങ്ങോട്ടുള്ള മാറ്റപ്പെടലാണ്. മുദ്ര ആത്മീയമാണ്. സ്ഥൈര്യലേപനത്തിൽ സഭ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നീ മുദ്ര ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ബുദ്ധി
കാണിച്ചു തരാൻ പറ്റുമോ? ആലോചന കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് ആലോചനയുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് വിവേകമുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ? അത് ആത്മാവിലാണല്ലേ, കാണാൻ പറ്റില്ല. ഈ മുദ്രയും കാണാൻ പറ്റില്ല. നെറ്റിയിലെ എണ്ണയല്ല മുദ്ര, ആത്മാവിൽ പതിയുന്ന മുദ്രയാണ്, ആത്മീയ മുദ്രയാണ്. അതുകൊണ്ട് എണ്ണ തുറച്ചാലും ആ മുദ്ര ഇല്ലാതാകില്ല എന്നറിയുക. ആദിമകാലത്ത് പല സ്ഥലങ്ങളിലും ക്രിസം തൈലം ഉടൻ തുടച്ച് കളഞ്ഞിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞോ ചില പ്രദേശങ്ങളിൽ അടുത്ത ദിവസം അത് കുളിക്കുമ്പോഴോ കഴുകിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവരത് ശരീരത്ത് തന്നെ സൂക്ഷിച്ചിരുന്നു. ചില ആരാധന പാരമ്പര്യങ്ങളിൽ അതിനെപ്പറ്റി കാണാവുന്നതാണ്. എല്ലാ സഭകൾക്കും ഈ രീതി ഉണ്ടായിരുന്നു എന്നും പറയാനാവില്ല. സ്ഥൈര്യലേപനത്തിന് ശേഷം നെറ്റിയിലെ വിശുദ്ധ ക്രിസം തുളച്ചു കളയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപ നീക്കം ചെയ്യുന്നതല്ല എന്നറിയുക. തൈലം ഒരു ദൃശ്യമായ അടയാളമാണ്, എന്നാൽ കൂദാശയുടെ യഥാർത്ഥ മുദ്ര ആത്മാവിൽ പതിയുന്നതാണ്. അതുകൊണ്ട് എണ്ണ തുടച്ചാലും കൂദാശയുടെ ഫലം നഷ്ടപ്പെടില്ല എന്ന് തീർച്ചയായും പറയാനാകും. ആദിമകാല സഭയിലെ മാമുദിസയിലേക്ക് വരികയാണ്. ആ മാമുദിസയ്ക്ക് ശേഷം ധരിച്ചിരുന്ന വെള്ള വസ്ത്രം, അതായത് ബാപ്റ്റിസ്മൽ ഗാർമെന്റ് 8 ദിവസത്തോളം ധരിച്ചിരുന്നു എന്നാ പറയുക. പണ്ടൊക്കെ വിവിധ സഭകളിൽ ക്രിസം തൈലം തുറക്കുന്നതിനെ കുറിച്ച് വ്യത്യസ്ത ആചാരങ്ങൾ ഉണ്ടായിരുന്നതായും ചരിത്രരേഖയിൽ കാണാം. അതായത് പണ്ടുള്ളതൊന്നും നമ്മളിപ്പോൾ ആവർത്തിക്കാറില്ല. മാമോദീസായ്ക്ക് ശേഷം വിശുദ്ധ ക്രിസം കൊണ്ട് ശിരസിൽ അഭിഷേകം ചെയ്യുന്നു. അത് സിറിയൻ ചർച്ചിൽ ഈ തൈലം ഉടൻ തുടച്ചു കളയണമെന്ന് ആരാധനക്രമത്തിൽ പറയുന്നില്ല, അതായത് നിർബന്ധിക്കുന്നില്ല. സാധാരണ അത് സ്വാഭാവികമായി ആഗിരണം ചെയ്യുകയോ അത് ശരീരത്തേക്ക് ആഗിരണം ചെയ്യുകയോ പിന്നീട് കഴുകിപ്പോവുകയും ചെയ്യും. മാമോദീസയോടൊപ്പം ഒപ്രീസ്മ, അതായത് സ്ഥൈര്യലേപനം നൽകുന്നതിനാൽ ക്രിസം അഭിഷേകവും അങ്ങനെ തന്നെയാണ്. ചില സ്ഥലങ്ങളിലേക്ക് ഇത് സാവധാനം മാറ്റാറുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് ശരീരത്തിനോട് ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രാദേശിക ആചാരമാണ്, സഭയുടെ സാർവത്രിക ആചാരമല്ല, നിയമമല്ല. ഇനി ഞാൻ തിരിപ്പെട്ട കൂദാശയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് വരാം. ഹോളി ഓർഡേഴ്സ്. തിരിപ്പെട്ട കൂദാശയിൽ സ്ഥാനാർത്ഥിയുടെ കൈകളിലോ ശിരസിലോ മെത്രാൻ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്നാൽ ഇത് പഴയ നിയമകാലത്തിലെ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നത് എണ്ണയൊഴിച്ചാണ്. അത് മനസ്സിലാക്കുക. അത് സാമുവേലിന്റെ തലയിൽ, അങ്ങനെ പല പ്രവാചകരുടെ തലയിലും രാജാക്കന്മാരുടെ തലയിലും അഭിഷേകം ചെയ്യുന്നത് അങ്ങനെയാണ്. സാമുവേൽ സാവൂളിനെ ചെയ്തത്, അതുപോലെ തന്നെ ദാവീദിന് ചെയ്തത് ഒക്കെ നാം പഴയ ഗ്രന്ഥത്തിൽ കാണാം. അതിൻ്റെ ചുവട് പിടിച്ച് അതാണ് ഈ അഭിഷേകത്തിന് എണ്ണ ഉപയോഗിക്കുന്നത്. എണ്ണ എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. എണ്ണ എന്ന് പറയുന്നത് അഗ്നിയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. അതാണ് ഈ തൈലം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് തൈലം ഉപയോഗിക്കുന്നത്. ആരാധനക്രമത്തിൽ അഭിഷേകനോടും തുറച്ച് കളയണം എന്ന് പറയുന്നില്ല. അവിടെ വൈദികന്റെ കൈകളിൽ തന്നെയായിരിക്കും ഓരോരുത്തരെ അച്ഛനെ കാണാൻ വേണ്ടി വരുമ്പോഴും ചുംബിക്കാൻ വേണ്ടി വരുമ്പോഴും ഈ ക്രിസമാണ്, ഈ തൈലമാണ് നമ്മൾക്ക് ലഭിക്കും. നമ്മൾക്കും കുറെ നേരം ആ തൈലം ഉണ്ടാവും അല്ലേ? അച്ഛൻ അത് കഴിയുമ്പോൾ വീണ്ടും തുടച്ചിട്ട് വീണ്ടും ഇങ്ങനെ നിൽക്കും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തിരുപ്പട്ടത്തിനൊക്കെ പോകുമ്പോൾ, ഓർഡിനേഷന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മാമോദീസയ്ക്ക് ക്രിസം അഭിഷേകമാണ്, സ്ഥൈര്യലേപത്തിനും ക്രിസം അഭിഷേകമാണ്, തിരുപ്പട്ടത്തിനും ക്രിസം അഭിഷേകമാണ്. ഈ 3 കൂദാശകളിലും ഇതിനു ശേഷം നിർബന്ധമായും തുടച്ച് കളയണം എന്നില്ല എന്ന് ചിന്തിക്കുക. ഇപ്പോ സ്ഥൈര്യലേപനത്തില് അത് തുടച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മളുടെ ഇവിടെ തന്നെ എന്ന് നമ്മൾ പറയുകയാണ്. അത് തുടയ്ക്കണ്ട എന്ന് അവിടെ പറഞ്ഞാൽ തീർച്ചയായിട്ടും തുടക്കില്ല. ഇപ്പോൾ പിതാവ് ബിഷപ്പ് നൽകുന്ന ആ കുരിശടയാളത്തിൽ വരുന്ന ആ എണ്ണ തുടച്ച് കളയണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നാം പുതിയ വസ്ത്രമായിരിക്കും, ചിലപ്പോൾ വെള്ള വസ്ത്രമായിരിക്കും, അതിൽ ആ എണ്ണ കൊണ്ട് കറയുണ്ടാവോ ആയാലോ ആകുമോ
എന്നതുകൊണ്ട് തന്നെയാണ് അത് തുടച്ച് കളയുന്നത്. അല്ലാതെ നിങ്ങളുടെ വിശുദ്ധിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ആ തൈലത്തിന്റെ സുഗന്ധമോ തുടച്ച് കളയുന്നതല്ല എന്ന് ചിന്തിക്കുക. വൈദികന്റെ കയ്യിലെ അഭിഷേകം ചിലപ്പോഴേക്ക് തുറച്ചെടുക്കാറുണ്ട്. കാരണം ആ തുണി വെച്ചാണ് ഒപ്പിയെടുക്കുന്നത്, അത് അല്ലെങ്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഒപ്പിയെടുക്കുന്നത്. കാരണം എന്താണ്? മറ്റുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഇപ്പൊ അദ്ദേഹം അവര് വൈദികൻ ഓർഡിനേഷൻ കഴിഞ്ഞു, ഇതെല്ലാം എല്ലാവരെയും ബ്ലസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം കൈകൊണ്ടാ വാരി കഴിക്കുന്നതെങ്കിൽ ഈ തൈലം കഴുകി കളയണ്ടേ? അപ്പോൾ അവർ അത് കൈകാര്യം ചെയ്യാൻ അവർ കഴുകി കളയും. അത് കൂദാശയുടെ ഭാഗം അല്ല എന്നുകൂടി ചിന്തിക്കുക. ആ കൈകഴുകിയുകൊണ്ട് അദ്ദേഹത്തെ തിരുപ്പറ്റ കൂദാശ മാറുമോ? ഇല്ല. അപ്പോൾ മനസ്സിലാക്കുക, തൈലം തുടയ്ക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യുന്നത് കൂദാശയുടെ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രമല്ല. അത് കൂടുതലും ആരാധനപരമായോ പ്രായോഗികപരമായോ ഉള്ള ആചാരമാണ് എന്ന് ചിന്തിക്കുക. സേവനം എന്ന കൂദാശയെ പറ്റി ഞാൻ വിശദമായി മറ്റൊന്ന് തരാം. ഇപ്പോൾ നമ്മൾ സെയിന്റ് അഗസ്റ്റിൻസ് ഇടവകയിൽ ദേവാലയത്തിൽ നടന്ന സ്ഥൈര്യലേപനം എന്ന കൂദാശ, ആ കൂദാശയുടെ ഭാഗങ്ങൾ കാണിച്ചു. അതേ തുടർന്ന് അവിടെ ചെയ്തിട്ടുള്ള ആ ചടങ്ങുകളെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് സ്ഥൈര്യലേപനത്തിന് വേണ്ടി മാത്രമുള്ളതായിട്ട്, അല്ലാതെ വിശുദ്ധ കുർബാനയോടോ അല്ലെങ്കിൽ മറ്റുള്ള റീഡിങ്ങിനോടോ ഒന്നുമല്ല. അതിൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ, ആ അടയാളങ്ങളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. സ്ഥൈര്യലേപനത്തെ പറ്റിയുള്ള കൂദാശ എന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. 7 കൂദാശകളും വിശദമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.